വില കൂടുമ്പോൾ വീടുകളിലെ അടുക്കള പരിപൂർണമായിട്ട് പ്രതിസന്ധിയിലായിരുന്ന സാഹചര്യമായി. വെളിച്ചെണ്ണയില്ലാതെ എങ്ങനെ പാചകം ചെയ്യുമെന്ന് വീട്ടമ്മമാർ ചോദിക്കുന്നു. വെളിച്ചെണ്ണയ്ക്ക് പകരം പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാകില്ലേ എന്ന ആശങ്കയും വീട്ടമ്മമാർക്കുണ്ട്. വെളിച്ചെണ്ണയില്ലാതെ നമ്മൾ മലയാളികൾക്ക് എന്ത് പാചകം? ഈ വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കുത്തനെ കൂടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ അടുക്കളയിലൊക്കെ എങ്ങനെയാണ് നമുക്ക് സ്വാദിഷ്ടമായ ആഹാരം ഉണ്ടാക്കാൻ കഴിയുക? എന്തായാലും ഈ വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കൂടുന്നതൊക്കെ നാട് മുഴുവനും ചർച്ചയാണ്. വാങ്ങുമ്പോൾ തന്നെ നമ്മുടെ കൈയൊന്ന് പൊള്ളും, ഒന്ന് ആലോചിക്കും, വേണോ വേണ്ടയോ, ആ കറിക്ക് ഇച്ചിരി എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നൊക്കെയുള്ള പല രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഇപ്പോൾ അടുക്കളയിൽ നടക്കുന്നത്. നമുക്ക് ഒരു വീട്ടമ്മയോട് തന്നെ ചോദിക്കാം. ലിജി ചേച്ചിയാണ് എന്നോടൊപ്പം ഉള്ളത്. ലിജി ചേച്ചി, വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിഷയമാണ് നമ്മൾ അടുക്കളയിലുള്ളവർക്ക്, അല്ലേ? അതെ അതെ, വീട്ടമ്മമാര് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ വെളിച്ചെണ്ണ വില കൂടുതൽ. നമ്മുടെ എല്ലാ വീട്ടാവശ്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് വെളിച്ചെണ്ണ. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ് വന്നിരിക്കുന്നത്. സാധാരണക്കാർക്ക് അത് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്താണ് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ നമുക്കൊരു കറി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ പകരം മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടാ. ഇപ്പൊ എങ്ങനെയാണ് അടുക്കളയിലെ ഒരു ബഡ്ജറ്റും എണ്ണ ഉപയോഗവും ഒക്കെ? നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ ഒന്നും കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെളിച്ചെണ്ണ നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഉത്തമമാണ്. അതുപോലെ നമ്മുടെ കറികൾക്ക് സ്വാദ് കൂട്ടാനും രുചി വരാനും നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലയിൽ യൂസ് ചെയ്യാനും ബോഡി മസാജിനും ശരീരത്തിൽ പുരട്ടാനും ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യാന്ന് വെച്ചാൽ സാധാരണ അമ്മമാരുടെ കൈ വിറയ്ക്കും. കാരണം വെളിച്ചെണ്ണയ്ക്ക് പൊന്നും വിലയാണ്. സ്വർണത്തിനെ പോലെ നമ്മൾ കൊണ്ട് നടക്കുന്നല്ലേ ഇപ്പൊ? അതെ അതെ അതെ, വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ പൊന്നും വില തന്നെയാണ്. സാധാരണക്കാർക്ക് അത് ബഡ്ജറ്റ് നന്നായി ബാധിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും തന്നെ അതൊരു അവരവരുടെ ബഡ്ജറ്റിൽ ഒരു ബുദ്ധിമുട്ടാണ് ഇത്ര വില വരുന്നത്. പകരം ഇപ്പൊ നമ്മൾ വല്ല പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ മനസ്സുകൊണ്ട് നമുക്ക് അത് ഒരു തൃപ്തി വരില്ല ആഹാരം കഴിക്കുമ്പോ, അല്ലേ? അത് ശരിയാണ്. പാം ഓയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അതിൽ പല പല മായങ്ങളും ചേർത്തേണ്ടാവും. വെളിച്ചെണ്ണയിൽ മായം ചേർക്കുന്നില്ല എന്നല്ല പറയണേ, എന്നാലും ഉണ്ടാവും. എന്നാലും നമുക്കൊരു 80-90% ഒക്കെ വിശ്വസിച്ച് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ. എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയുടെ വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി സർക്കാർ എന്തെങ്കിലും നടപടി ഉടനെ ചെയ്യുമെന്നാണ് എല്ലാ ജനങ്ങളുടെയും പ്രതീക്ഷ. എന്നാലും ലിജി ചേച്ചിയുടെ കുക്കിംഗ് നടക്കട്ടെ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എന്തായാലും ഈ വെളിച്ചെണ്ണയുടെ വില കൂടുന്നത് കൊണ്ട് ആളുകൾക്ക് ഇപ്പോൾ വറുക്കാനും പൊരിക്കാനും ഒക്കെ ഒന്നും മടിയാണ്. ഇനി എന്ത് ചെയ്യുമെന്നാണ് അടുത്ത ആലോചന. പകരം ഉപയോഗിക്കുന്ന എണ്ണകൾ, ഇപ്പോൾ പാം ഓയിൽ ആയിക്കോട്ടെ സൺഫ്ലവർ ഓയിൽ ആയിക്കോട്ടെ, ഇതൊക്കെ ഉപയോഗിക്കാനും നമുക്ക് ചെറിയൊരു മടി ഉണ്ടാവും. എന്തായാലും സർക്കാർ ഇടപെട്ട് ഈ പാവപ്പെട്ട വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഈ ഒരു വിഷമം അതൊന്ന് കേൾക്കുമെന്ന് തന്നെ നമ്മളും പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. വെളിച്ചെണ്ണയുടെ വില കുത്തനെ ഉയർന്നതോടെ മലയാളികളുടെ അടുക്കളയിൽ ആശങ്ക തിളക്കുകയാണ്. കേര ഫെഡിന്റെ വെളിച്ചെണ്ണയുടെ വില ഒറ്റയടിക്ക് 110 രൂപ വർദ്ധിച്ച് 529 എത്തി. ഓണക്കാലത്തും വില കുറയാനുള്ള സാധ്യത കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു. വിലക്കയറ്റത് ദിവസം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. എത്ര മേടിച്ചപ്പോൾ 85 രൂപ, 100. ഇപ്പൊ നമ്മളവിടെ ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഇതിന് ഒരു 90 രൂപയ്ക്കും കൊടുക്കണം. വെളിച്ചെണ്ണ അതേപോലെ 400-450 രൂപയായി. ബുദ്ധിമുട്ടാണ്. ജീവിക്കാൻ ചെയ്യാം. നമ്മളെ പോലെ അത്തപ്പാടികളത്തിൽ ഈ ദിവസം ഓണക്കാകുമ്പോൾ തേങ്ങയൊക്കെ ഒരു 150 രൂപയെങ്കിലും ആവും ഈ പോക്കാണെങ്കിൽ. ഭയങ്കര വില കൂടുതലാ എല്ലാറ്റിനും. ഇപ്പൊ വെളിച്ചെണ്ണ ഭയങ്കര വില കൂടുതലാ. ഇപ്പം ഓണത്തിനൊക്കെ എങ്ങനെയാ വില വാങ്ങിക്കാന്നൊരു ആയിരിക്കും. കാരണം ഇപ്പൊ തന്നെ ഇത്ര വില കൂടുതലാണെങ്കിൽ പെട്ടെന്ന് വില കുറയാനൊരു ചാൻസ് ഇല്ല. ഓണത്തിന് നാച്ചുറലി വില കൂടുതലേ ഉള്ളൂ. ഇത് ഇവരുടെ മാത്രം പ്രതികരണമല്ല. വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില ഉയർന്നതോടെ ഓരോ മലയാളിയും പങ്കുവെക്കുന്ന ആശങ്കയാണിത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വെളിച്ചെണ്ണയ്ക്ക് കിലോയ്ക്ക് 200 രൂപയും നാളികേരം 35 മുതൽ 40 രൂപ വരെയായിരുന്നു. കഴിഞ്ഞ ഓണത്തിന് ശേഷമാണ് വെളിച്ചെണ്ണയ്ക്കും നാളികേരത്തിനും വില വല്ലാതെ ഉയർന്നു തുടങ്ങിയത്. ഉപഭോക്താക്കളെ മാത്രമല്ല കച്ചവടക്കാരെയും വിലവർദ്ധനവ് പ്രതിസന്ധിയിലാക്കി. നിലവിലുള്ള മാർക്കറ്റിൽ സെയിൽ വളരെ കുറവാണ്, ശകലം കുറവാണ്. കാരണം എല്ലാവരും വലിയ പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറവല്ലേ. അപ്പം അതുകൊണ്ട് സെയിൽ നേരത്തെ ഉള്ളേക്കാളും സെയിൽ കുറവ്. കാരണം കുപ്ര ഇല്ലാതെ കൊണ്ടാണ് എന്നുള്ള ഒരു ഇതാണ് അറിയപ്പെടുന്നത്. കാരണം ചില ഇത് കുപ്രകൾക്ക് തേങ്ങ വില കൂടുതലാണ്. നേരത്തെ ഉള്ളവരും തേങ്ങ വില കൂടുതലാണ്. അതുകൊണ്ട്
കോപ്ര ഇല്ലാതെ വേണം വില കൂടാനായിട്ട്. അതാണ് ഇതിൻ്റെ സാധ്യത. സാധാരണക്കാരുടെ അത്താണിയായ സപ്ലൈകോയിൽ വിലക്കുറവാണെങ്കിലും ഒട്ടുമിക്ക സ്റ്റാളുകളിലും വെളിച്ചെണ്ണ ലഭ്യമല്ല. വിപണി വില പെട്ടെന്ന് ഉയർന്നതോടെ വിതരണക്കാർ സപ്ലൈ നിർത്തിവെച്ചതാണ് ഇതിന് കാരണം. കാലാവസ്ഥാ വ്യതിയാനം കാരണം തേങ്ങയുടെ ഉൽപാദനം ആഗോളതലത്തിൽ തന്നെ കുറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമുള്ള വരവും നിലച്ചു. നാളികേര വില കിലോയ്ക്ക് 100 രൂപയോട് അടുക്കുകയാണ്. അതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. വെളിച്ചെണ്ണയുടെ വില വർധനവിൽ പ്രതിസന്ധിയിലായി ബേക്കറി മേഖലയും. ഓണക്കാലത്ത് കായ ഉപ്പേരിക്കും മറ്റുമായി വെളിച്ചെണ്ണ വൻതോതിൽ വേണ്ടതിനാൽ കടുത്ത ആശങ്കയിലായി വ്യാപാരികൾ. മലയാളിയുടെ ഗൃഹാതുരത്വത്തിൻ്റെ ഉത്സവകാലമാണ് ഓണം. അതിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാനത്തെ ബേക്കറി മേഖല. കായ ഉപ്പേരി മുതൽ പല വറവുകളും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ വേണം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിന് കഴിയില്ല. വെളിച്ചെണ്ണ മാറ്റി പിടിക്കാനും പറ്റില്ല. ഓണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നൊരു പിടുത്തമില്ല. കാരണം 160 രൂപ സാധനം ഇന്ന് 460 രൂപയായി. 1 കിലോയിൽ 300 രൂപ കൂടി. സ്വർണം പോലെ ഇങ്ങനെ കൂടാ ഓരോ ദിവസവും ഇങ്ങനെ അടുക്കി കയറും. അപ്പം ഞങ്ങൾക്ക് ബേക്കറി പ്രസ്ഥാനം വെച്ചാൽ ചിപ്സ് ഹലുവയൊന്നും ഒരിക്കലും നമുക്ക് ഓയിലേക്ക് മാറ്റാൻ പറ്റില്ല. ക്വാളിറ്റി കുറഞ്ഞ വെളിച്ചെണ്ണ എടുക്കാനും പറ്റില്ല. അപ്പം കസ്റ്റമർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. മാത്രമല്ല നമ്മളങ്ങ് ചെയ്യില്ല, ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പം ചിപ്സ് ഇപ്പം ശരിക്ക് കയ്യിൽ നിന്ന് നഷ്ടത്തിലാണ് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയുടെ വില കൂടുതലിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾക്ക് ഒരു പരിധിവരെ മാത്രമേ വില കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അധിക വില വർദ്ധിപ്പിച്ചാൽ ആവശ്യക്കാരും കുറയും. അതുകൊണ്ട് ഇക്കുറി ആശങ്കകളുടെ ഓണമായിരിക്കുമെന്ന സൂചനയാണ് വിപണി നൽകുന്നത്. ന്യൂസ് 18 കൊച്ചി.